السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله. أما بعد, നമുക്ക് അടുത്തഞ്ഞെടുക്കാനുള്ള പാഠം 102-ാമത്തെ പേജിലാണ്. ഫസ്ലുൻ ഫി തജസ്സുസി വസ്സുആലി. നമ്മൾ ഹറാം ഹലാലിനെക്കുറിച്ച്, സമ്പാദ്യത്തെക്കുറിച്ച്, അതിലെ ശുദ്ധതയെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് തജസ്സുസ് സുആൽ. അപ്പോൾ നമ്മൾ ഹറാമായ സമ്പത്തുള്ള ആളോട് ഇടപാട് നടത്തുന്നതിനെക്കുറിച്ചൊക്കെ ആണ് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത്. ശുബ്ഹത്തിനെ എങ്ങനെ സമീപിക്കണം, ശുബ്ഹത്ത് നമ്മുടെ സമ്പത്തുമായി കൂടിക്കലരുമ്പോൾ, മറ്റൊരാളുടെ സമ്പത്തുമായി കൂടിക്കലരുമ്പോൾ അയാളുമായി ഇടപാട് നടത്തേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതേപോലെ ഇനി മറ്റൊന്ന് പറയുന്നത് തജസ്സുസ് സുആൽ. തജസ്സുസ് എന്ന് പറഞ്ഞാൽ ചൊയ്ന്നന്വേഷിക്കുക, സുആൽ പറഞ്ഞാൽ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഒരാളോട് ഇടപാട് നടത്തുന്ന സമയത്ത് പിന്നെ ഇത് ഹറാമാണോ ഹലാലാണോ, എനിക്ക് തുറന്നാൽ കിട്ടിയത്, എങ്ങനെയാണ് ഇത് സമ്പാദിച്ചത്, ഇങ്ങനെ കേട്ട ഒരാളെ പറ്റി പറ്റങ്ങോട്ട് അന്വേഷിച്ചിട്ടുണ്ടാക്കേണ്ടതുണ്ടോ, അതല്ല അങ്ങനെ ഇല്ലാതെ തന്നെ അത് ഉപയോഗിക്കാമോ? വിഷയം മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കണം. ഇതിനെക്കുറിച്ചാണ് പറയണത്. യഅലം അന്നഹു ലാ യുഹ്മദു അലാ കുല്ലി ഹാൽ. ഈ പ്രവർത്തനം എപ്പോഴും സ്തുതിക്കപ്പെട്ട കാര്യമല്ല. എന്നാൽ വലാ യുത്റകു ബി കുല്ലി ഹാലിൻ, എപ്പോഴും അത് ഒഴിവാക്കപ്പെടുകയും ചെയ്യരുത്. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം. ഒരാളെപ്പറ്റി ഒന്നും അന്വേഷിക്കേണ്ട, പിന്നെ ചോദിക്കും വേണ്ട, കിട്ടണമൊക്കെ എങ്ങനെയാണ് പോരട്ടെ എന്ന് വിചാരിക്കുക, എങ്ങനെയത് വാങ്ങുക ഉപയോഗിക്കുക എന്നുള്ളതല്ല. അത് ചോദിക്കൊണ്ടിടത്ത് ചോദിക്കേണ്ടി വരും. അത്തരം സംശയങ്ങളോ, നമുക്ക് അമിതമായ സംശയങ്ങളോ വിഷയങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ചോദിക്കേണ്ടി വരും, ശരിയാണ്. പക്ഷേ എന്നല്ലാതെ എല്ലാ സമയത്തും എന്തൊരാളുന്നൊരു സാധനം കിട്ടുമ്പോഴും ഇത് ഹലാലാണോ, എനിക്ക് ഇവിടുന്ന് കിട്ടിയത്, ഇവിടുന്ന് സമ്പാദിച്ചത്, ഇങ്ങനെ കിട്ടാൻ അന്വേഷിക്കുക, അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല. അപ്പോൾ അത് എല്ലായ്പ്പോഴും നല്ല കാര്യമാണെന്നോ പറയുന്നില്ല, എന്നാൽ അത് എപ്പോഴും ഒഴിവാക്കപ്പെടേണ്ട കാര്യമാണ് എന്നും പറയുന്നില്ല. അപ്പോൾ നോക്കുക, ഫഇൻകാന മൻ യഖുദുൽ മാല മിൻ യദിഹി, ഒരാൾ ആരെ കയ്യിൽ നിന്നാണോ സമ്പത്ത് വാങ്ങുന്നത് അയാളായി അലാ സിയ്യി അഹ്ലി സ്വലാഹി, സ്വാലിഹീങ്ങളായ ആൾക്കാരെ വേഷവിധാനത്തിലൊക്കെയാണ്, എങ്കിൽ ഫഹാലുഹു കാഫിയ, അവൻ്റെ അവസ്ഥ മതി. നമ്മുടെ ഒരാളുടെ ഇടപാടെടുത്തുമ്പോൾ അയാളുടെ ലാഹിർ ഹാല് നമ്മൾ നോക്കുമ്പം കുഴപ്പങ്ങളൊന്നുമില്ല, നല്ലൽക്ക് ജീവിക്കുന്ന ഒരാളാണ്, നമുക്ക് പരിചയമുള്ള ഒരാളാണ്, ശരി, അത് വാങ്ങാം. അതിപ്പോൾ ഇനി ഇവിടുന്ന് കിട്ടിയ എങ്ങനെ കിട്ടിയൊന്നും അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മൾ നോക്കണം. അങ്ങനെ ചോദിക്കാൻ നിന്നാൽ ദുനിയാവിൽ വല്ല കാര്യം നടക്കുമോ? ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ അത് സ്വീകരിക്കാം, പിന്നെ വിരോധമൊന്നുമില്ല. നേരെ മറിച്ച് ഇൻകാനാല സിയ്യി അഹ്ലിൽ ളുൽമി വൽ ഫിസ്ഖി, ളുൽമിൻ്റെ ഫിസ്ഖിൻ്റെ ഒക്കെ സ്വഭാവത്തിലാണ്, ആളുകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ എപ്പോഴും ഫിസ്ഖിൻ്റെ പ്രവർത്തനം, തെമ്മാടിത്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരം ഒരാളെ വേഷവിധാനത്തിലുള്ള ഒരാളാണെന്ന് വെക്കുക. ഇൻകാനാല സിയ്യി അഹ്ലിൽ ളുൽമി വൽ ഫിസ്ഖി ഫക്കദാലിക അയ്ളൻ, അപ്പോഴും അങ്ങനെ തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല. ഒരാളെ വേഷവിധാനം ഇപ്പം അങ്ങനെയൊക്കെ കാണുന്നത്, അതും ചോദിക്കണമെന്നൊന്നുമില്ല. നമ്മളവനെ പരിചയമൊന്നുമില്ല, മനസ്സിലാക്കേണ്ട വിഷയം മനസ്സിലാക്കണം. നമുക്കവനെ പരിചയമൊന്നുമില്ല, കണ്ടു നോക്കുമ്പോൾ ഒരു അത്ര സുഖമുള്ള ഒരാളൊന്നും അല്ല നിൽക്കുക. എന്നാലും അങ്ങനെ ചോദിച്ചോളണമെന്നില്ല. നമുക്കിപ്പോൾ നേരെ ഇപ്പോൾ ഇത് ഹറാമാ നമുക്ക് അറിയുന്നില്ലല്ലോ, ആ നിലയ്ക്ക് നമുക്ക് വാങ്ങണതിന് വിരോധമല്ല. എന്നാൽ ഇൻകാന മസ്തൂറൽ ഹാൽ, ഒരാൾ അവൻ്റെ അവസ്ഥ മറക്കപ്പെട്ടവനാണ്, എന്താണ് അവൻ്റെ യഥാർത്ഥ അവസ്ഥ എന്ന് അറിയുന്നില്ല. ഓനങ്ങനെ നടക്കേണ്ട നമ്മളുടെ കൂടെ, ഇവൻ്റെ പരിപാടി എന്തൊക്കെയാണെന്ന് അറിയില്ല. ലാലാ സിയ്യി അഹ്ലി സ്വലാഹി വത്തുജാരി, വല്ല സ്വാലിഹീങ്ങളെ രീതിയിലോ വല്ല കച്ചവടക്കാരുടെ രീതിയിലോ ഒന്നും അഹ്ലുൽ ളുൽമിൻ്റെ അവസ്ഥയിലോ ഒന്നുമല്ല. എന്നാൽ ഫല്ലാഹിറുൽ ഇക്തിഫാഉ ബി അദാലത്തിൽ ഇസ്ലാം, ഇസ്ലാം എന്ന അദാലത്ത് കൊണ്ട് നമുക്ക് മതിയാക്കാം എന്നതാണ്. ആൾ മുസ്ലിമാണല്ലോ, മുസ്ലിമായ ഒരാളാകുമ്പം ഓൻ്റെ അടുത്ത് നല്ലതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. വെറുതെ ആളെന്ത് ചെയ്യേണ്ടതില്ല, സംശയിക്കാതിരിക്കുക എന്നർത്ഥം. അപ്പോൾ ആളുകൾ വെറുതെ സംശയിക്കാതിരിക്കുക, അവൻ്റെ അടുക്കുള്ളതൊക്കെ ശരിയായിരിക്കും എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക. ഒരു മുസ്ലിം എന്ന ബഹുമാനം നമ്മൾ കൊടുത്തിട്ട് അവനെ സമീപിക്കുക എന്നർത്ഥം. അതാണ് അവിടെ ചെയ്യേണ്ടത് എന്നല്ലാതെ കൂടുതൽ ചൊയ്ന്ന് അന്വേഷിക്കേണ്ടതില്ല. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞു കൊടുത്ത ചെറിയൊരു പ്രശ്നമുള്ളതേ, നേരെ മുമ്പത്തെ വരി പറഞ്ഞല്ലോ, ഇൻകാനാല സിയ്യി അഹ്ലിൽ ളുൽമി വൽ ഫിസ്ഖി ഫക്കദാലിക അയ്ളൻ. അവിടെ ഫക്കദാലിക അയ്ളൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വീകരിക്കാമെന്നല്ല, സ്വീകരിക്കരുത് എന്നാണ്. അതായത് അഹ്ലുസ്സലാഹിൻ്റെ സ്വാലിഹീങ്ങളെ രീതിയിലാണ് ഒരാളുള്ളത് എങ്കിൽ അവൻ്റേത് വാങ്ങാം. അതല്ല,
വളരെ മോശപ്പെട്ട ഒരാളെ ഫാസിക്കിൻ്റെ രീതിയിലാണ് അവൻ്റെ നടപ്പിരിപ്പും കാര്യങ്ങളൊക്കെ എങ്കിൽ അത് വാങ്ങാൻ പാടില്ല. നേരെ മറിച്ച് തിരിച്ചറിയാത്ത അവസ്ഥയിലാണെങ്കിൽ, അവൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, എന്തൊക്കെയാണ് അവസ്ഥ എന്ന് തിരിയണമില്ല, എന്നാൽ പിന്നെ മനസ്സിലാകാത്തൊരു കാര്യത്തിൻ്റെ മേലെ ആരെയും എന്ത് ചെയ്യേണ്ടിയില്ല, സംശയിക്കുകയോ മറ്റൊന്നും ചെയ്യേണ്ടിയില്ല. ആൾ മുസ്ലിമാണ് എന്നുള്ള നിലക്ക് മുസ്ലിം എന്നുള്ള ആ ഒരു ആനുകൂല്യം അവന് കൊടുത്ത് അത് നമുക്ക് സ്വീകരിക്കാം, അവനെ വിശ്വസിക്കാം എന്നർത്ഥം. എന്നാൽ വമിൻഹും, പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ട്, മൻ ജവ്വദ സുആല, ചോദിക്കൽ അനുവദിച്ചവരുമുണ്ട്. അതായത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുതലിനെ പറ്റി നമ്മളെ വിഷയതാണല്ലോ, മുതലിനെ പറ്റി ചോദിക്കുക, എനിക്ക് ഇവിടുന്ന കിട്ടി, ഇത് ഇവിടുന്ന കൊണ്ടുവരണ എന്നൊക്കെ അവനോട് ചോദിക്കുക. അങ്ങനെ ചോദിക്കാം എന്ന് പറഞ്ഞവരുണ്ട്. ഇപ്പം നോക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതാക്കാനലി റജുലി, ഒരു മനുഷ്യനിക്കുണ്ടെങ്കിൽ ഇദ്റാറുൻ വദുഖൂലുൻ മിനൽ ഹറാമി വ മാലി സുൽത്താനി, ഒരാൾക്ക് ഇദ്റാർ ഒരു കൈകാര്യം ചെയ്യലുണ്ട്, ഹറാമിൽ കൈകാര്യം ചെയ്യലും ഹറാമിൽ പ്രവേശിക്കലുണ്ട്. മാലി സുൽത്താൻ, സുൽത്താൻ്റെ സമ്പത്ത്, ഈ ഭരണകൂടത്തിൻ്റെ അടുത്തുള്ള സമ്പത്തുണ്ട്, ഈ സർക്കാരിൻ്റെ അടുത്തുള്ള സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാൽ കുറേ പിടിച്ചറച്ചവും അങ്ങനാക്കിയും പല നിലക്കുള്ള സാധനങ്ങളുണ്ടാവുമല്ലോ. എല്ലാം ഹലാലെന്നൊന്നും പൂർണ്ണമായി പറയാൻ കഴിയുന്നില്ല. അത്തരം കാര്യത്തിലൊക്കെ ഇടപെടുന്ന ഒരാൾ അവനെന്താകുന്നുണ്ട്, കുറേ ഹറാമിലൊക്കെ ഇടപെടലുണ്ട്, അങ്ങനെ പല പൈസയും വാങ്ങലുണ്ട്, സുൽത്താന്മാരുടെ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന അങ്ങനത്തെ വലിയ ആളാണ്. അങ്ങനത്തെ ഒക്കെ ഒരാളാണെങ്കിൽ ഫല വറവുതർക്കവും, അത് ഒഴിവാക്കലാണ് സൂക്ഷ്മത. അത്തരം ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങൽ ഹറാമാണെന്നല്ല, വാങ്ങാതിരിക്കലാണ് സൂക്ഷ്മത, നല്ലതാണ്. എന്നാൽ വമിൻഹുമ്മൻ നദറ ഇലൽ അക്സരി, ഉലമാവിൻ്റെ കൂട്ടത്തിൽ അക്സർ നോക്കണമെന്ന് പറഞ്ഞവരുണ്ട്. വജഅലൽ ഇഅ്തിബാറ ബിഹി, അത് പരിഗണിക്കുക, ഒരാളെ സമ്പത്തിൽ നിന്ന് കൂടുതൽ ഏതാ നോക്കുക, അവൻ്റെ വരുമാനത്തിൽ നിന്ന് കൂടുതൽ ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കുക. കൂടുതൽ ഹറാമാണെങ്കിൽ അവനുമായിട്ട് ഇടപാട് നടത്താതിരിക്കുക, കൂടുതൽ ഹലാലാണെങ്കിൽ നടത്തുക. ഈ നിലക്ക് സമീപിച്ചവരുമുണ്ട്. ഖാലൽ ഹാരിസുൽ മുഹാസിബി റഹിമഹുല്ലാഹ്, ഇമാം ഹാരിസുൽ മുഹാസിബി പറയുന്നു, ഇന്ന മൻ കാന ലഹു സദീഖുൻ, ഒരു സുഹൃത്തുള്ള ഒരാൾ, ഔ അഖുൻ, അല്ലെങ്കിൽ ഒരു സഹോദരനുള്ള ഒരാൾ, ഫലാ യൻബഗി അൻ യസ്അല, അവനോട് ചോദിക്കേണ്ടതില്ല. നമ്മുടെ ഒരു സുഹൃത്താണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരനാണ്, അവൻ എന്തെങ്കിലും തരുമ്പോൾ ദുർനിത്യ എങ്ങനെ സമ്പാദിച്ചത് അതിന് ചോദിക്കാതിരിക്കുകയാണ് വേണ്ടിയത്. കാരണം അത് ചിലപ്പം ലിയന്നഹു റുബ്ബമായ ബദൂലഹു മാക്കാന മസ്തൂറനു, ചിലപ്പോൾ അവന് വെളിവായി വന്നേക്കാം, പബ്ലിക്കായേക്കാം, മാക്കാന മസ്തൂറനു, അവനെ തൊട്ട് മറഞ്ഞു നിൽക്കുന്നൊരു കാര്യം. അപ്പോൾ ഫയുദ്ദീലൽ ഗളബി വഹുവ മഅസിയത്തുൻ ഫിൽ ഹാൽ, അത് പിന്നെ ദേഷ്യത്തിലേക്ക് കൂട്ടും, അത് ഇപ്പോഴുള്ളൊരു മഅസിയത്തായി മാറുകയും ചെയ്യും. അതായത് നമ്മളിപ്പം ഒരു അടുത്ത സുഹൃത്താരെ ആക്കണം എന്നുള്ളത് നമ്മൾ ശേഷം പറയാൻ പോകുന്നുണ്ട്. സുഹബത്തിൻ്റെ ബാബ് നമുക്ക് വരാൻ പോകുന്നുണ്ട്. നാം സുഹൃത്താക്കുന്നത് ഏറ്റവും നല്ല വ്യക്തിയെയാണ്, അത് നമ്മൾ നോക്കിയിട്ടാണ് സുഹൃത്താക്കിയത്. അത്തരമൊരു സുഹൃത്ത് നമുക്കെന്തോ തരുമ്പം നമ്മൾ വെറുതെ അതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിക്കാൻ നിന്നു. അങ്ങനെ അന്വേഷിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഒരു മസ്തൂറായ സംഗതി, നിലവിൽ ശത്രുള്ള സംഗതി പബ്ലിക്കാക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമല്ല. മുസ്ലിമാർ മനുഷ്യൻ്റെ സ്വകാര്യതകളെ നമ്മളൊരിക്കലും പറച്ച് ചെയ്തരുത്. ആളുകൾക്ക് എല്ലാവർക്കും സ്വകാര്യതകളുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും സ്വകാര്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പബ്ലിക്കാക്കലാവും. അത് പിന്നെ പരസ്പരം ദേഷ്യത്തിനും ശത്രുതക്കും കാരണമായി തീരും ചെയ്യും. അതിനൊന്നും നിൽക്കേണ്ട കാര്യമല്ല. നമ്മുടെ സുഹൃത്ത് നല്ല ആളാണ് കേട്ടോ, ശ്രദ്ധിക്കണം. സുഹൃത്താക്കണ എല്ലാവരും സുഹൃത്താക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ഒരു വിശ്വാസനായ സുഹൃത്തുണ്ടെങ്കിൽ അത് അവന് വാങ്ങാവുന്നതാണ്, വിരോധമൊന്നുമില്ല. ഷറഇൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കണം. വഅലനി അറിയുക അന്നഹു ലാ ഫായിദത ഫി സുആലി മിമ്മൻ ബഅദു മാലിഹി ഹറാമുൻ. ഇനി സ്വന്തം സമ്പത്ത് കുറച്ചൊക്കെ ഹറാമുള്ള ഒരാളാണ്, അങ്ങനത്തേനോട് ഇങ്ങനെ ചോദിക്കണതിൽ വലിയ ഫായിദയൊന്നുമില്ല. അതും വേണം മനസ്സിലാക്കുക. ഇപ്പോൾ ഒരാളെ സമ്പത്തിൽ ഹറാമുണ്ട്, കുറച്ച് ഹറാമുണ്ട്, കുറേ ഹലാലുണ്ട്. കൂടുതൽ ഹലാലാണ് നിൽക്കുക. അങ്ങനത്തെ ഒരാളുടെ ഇടപാടെടുത്തുമ്പോൾ നമ്മൾ ചോദിക്കടാ, ഇതെൻ്റെ ഹറാമോ ഹലാലോ, എൻ്റെ ഹറാമിൻ്റെ മുതൽ നിന്നാണോ ഇത്, അതോ ഹലാലിൻ്റെ മുതൽ നിന്നാണോ എന്ന് ചോദിച്ചാൽ എന്താ സംഭവിക്കുക? ഹലാലിൻ്റെ മുതലാണ് അറിയും. ചിലപ്പോൾ ഹറാമായിരിക്കും, വെറുതെ എന്നാണ് അറിയിച്ചത് എന്തിനാ അവനോട്. അങ്ങനെ വരുമ്പോൾ വ്യക്തി കളവ് പറയാൻ സാധ്യതയുണ്ട്. അതായത് ഒരിക്കലും നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പം അങ്ങനത്തെ ഒരാൾ എന്ത് പറയില്ല, ഇത് ഹറാമെന്നാണ് ആരെങ്കിലും പറയില്ല. അപ്പം നമ്മളുടെ ചോദ്യത്തിലൂടെ എന്താ സംഭവിക്കുന്നത്? ഓൻ വെറുതെ ഒരു കളവ് പറയാൻ കാരണമായിത്തീരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷറഇൻ്റെ രീതി അനുസരിച്ചുകൊണ്ട്, നിയമം അനുസരിച്ചുകൊണ്ട് അവനുമായി ഇടപാട് നടത്തുന്നത് സ്വഹിയായാൽ മതി. ഷറഇൻ്റെ നിയമം എന്താണ്? മുതലിൻ്റെ അല്പഭാഗം ഹലാലാണ്, കുറച്ച് ഹറാമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഹറാമുണ്ട്, കൂടുതൽ ഹലാലാണ് എങ്കിൽ ഓനുമായിട്ട് ഇടപാട് നടത്താം എന്നതാണ്.
അത് പിന്നെ ഓനോട് ചോദിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല, ചോദിച്ചാൽ വെറുതെ കളവ് പറയിപ്പിക്കലാവും, അതിന് നിൽക്കണ്ട. അല്ലെ എന്നെ റുബമായ കിതിബൂലി അറുദിൻ, അവൻ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കളവ് പറയും. അപ്പോൾ ഫൽ ഔല അയ്യക്കൂന സുആലു മിൻ ഗൈരിഹി, ചോദ്യം മറ്റൊരാളോടാവുന്നതാണ് നല്ലത്. വല്ലാഹു അലം. ഓനോട് ചോദിക്കാതെക്കുക. ഓമല്ലോ തരുന്നുണ്ടെങ്കിൽ വേറെ ആരുടെങ്കിലുമൊക്കെ അന്വേഷിച്ചാൽ കിട്ടുമെങ്കിൽ വെറുതെ ചോദിച്ചു നോക്കുക. അവൻ്റെ ആ സാധനം ഇപ്പോൾ എങ്ങനെ വാങ്ങിയതാണോ പറയുന്ന ഒരാളോട് ചോദിച്ചു നോക്കുക, ഓൻ കാര്യം പറഞ്ഞു തരുമല്ലോ. ചോദിക്കുകയാണെങ്കിൽ പിന്നെ അതാണ് നല്ലത്. എന്നല്ലാതെ വെറുതെ ഈ വ്യക്തിയോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, വെറുതെ കളവ് പറയലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുക നമ്മൾ ഒരു സമ്പത്ത് നമ്മിലേക്ക് നമ്മൾ വരുന്ന വഴിയെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ്. ഇനി അടുത്ത ഫസലാണ് ഫസലുൻ ഫിൽ ഖുറൂജി മിനൽ മവാലിമിൽ മാലിയ. സാമ്പത്തികമായ അക്രമത്തിൽ നിന്ന് ഒരാൾ പുറപ്പെടുന്ന രീതി. ഇപ്പം നമ്മുടെ കയ്യിൽ എങ്ങനെയോ ഹറാമായ സമ്പത്തൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊക്കെ ഇന്നത്തെ കാലത്ത് വരുന്ന വലിയൊരു വിഷയമാണ് ഈ ബാങ്ക് അക്കൗണ്ടുകളും അതിൻ്റെ പലിശയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ടോ വേണമെന്ന് വിചാരിച്ചിട്ടോ അല്ല ഇതൊന്നും വരുന്നത്. ഇങ്ങനെയുള്ള സാധനങ്ങൾ വന്നുവിട്ടാൽ എന്തു ചെയ്യണം? നമ്മളെ കയ്യിൽ അങ്ങനെ കുറേ മറ്റൊരുത്തൻ്റെ സാധനമുണ്ട്, ഇത് ആരുതാന്നൊന്നും അറിയില്ല. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ മാലിയായ സാമ്പത്തികമായ സംഗതികളാണ്. ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ പുറത്ത് കിടക്കുക? ഇതാണ് ഇനി പറയാൻ പോണ വിഷയം. ഏലം അന്നമൻ താബ, ഒരാൾ തൗബ ചെയ്യാൻ തീരുമാനിച്ചാൽ, വഫി യദിഹി മാലും മുഖ്തലിത്തുൻ, ഓൻ്റെ കയ്യിൽ എന്തുണ്ട്? മുഖ്തലിത്തായ ഹറാമുമായി കൂടിക്കലർന്ന മുതലുണ്ട്. കുറച്ച് മുതൽ ഓൻ്റെ കയ്യിലുണ്ട്, തൻ്റേതല്ലാത്ത സാധനം കയ്യിലുണ്ട്, ഏതൊക്കെയോ ഉണ്ട്. ഒന്ന് നന്നാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ കാട്ടുക? ഫഅലൈഹി വളീഫത്തുൻ, അവൻ്റെ മുമ്പിൽ ചില അജണ്ടകളുണ്ട്. ഫി തമ്മീസിൽ ഹറാമി വ ഇഖ്റാജിഹി, ഒന്ന് ഹറാമ് വേർപ്പെടുത്തി ഹറാമിനെ മാറ്റിവെക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. വളീഫത്തുൻ ഉഖ്റ ഫി മസ്റഫിൽ മഖ്റജ്, എന്നിട്ട് ആ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണം എന്നതിനും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒന്ന് തൻ്റെ സമ്പത്തിൽ നിന്ന് ഹറാമിനെ മാറ്റിവെക്കണം, അതൊരു അജണ്ടയാണ് അവൻ്റെ. ഈ മാറ്റിവെച്ച സമ്പത്തിന് എന്തെങ്കിലും ചെയ്യണമല്ലോ, അതെന്തു ചെയ്യണം, അത് മറ്റൊരു അജണ്ടയാണ്. അങ്ങനെ രണ്ട് ഉത്തരവാദിത്തങ്ങൾ അവൻ്റെ മുന്നിലുണ്ട്. ഒന്ന് അൽ വളീഫത്തുൽ ഊല, ഒന്ന് എങ്ങനെയാണ് ഹറാമിനെ വേർതിരിച്ച് വെക്കുക. ഫി കൈഫിയത്തി തമ്മീസി വൽ ഇഖ്റാജ്, അവിടെ ഫൈൻകാന മുഅയ്യന, ഇതൊരു മുഅയ്യനായ സാധനമാണെങ്കിൽ ഓൻ്റെ കയ്യിലുള്ള ഹറാമ് ഓന് തിരിതാ, ഇത് ഹറാമാണ് ഇത് ഹലാലാണ് എന്നിങ്ങനെ ഓരോന്നും വേർതിരിച്ചറിയാൻ പറ്റുമെങ്കിൽ അതെങ്ങനെ? മിൻ ജിഹത്തി ഗസ്ബ് വഴി ഒരാളെ മുതൽ കവർന്നെടുത്ത് കൊണ്ടുവന്നതാണ് അവൻ്റെ ഒരു സാധനം നിൽക്കുക. ഓൻ്റെ കയ്യിലുള്ളപ്പോൾ ഒരു തുണി ഇതാരതോ കൊട്ടെടുത്തുകൊണ്ടോന്ന് അവനറിയാം. ഓൻ്റെ മുന്നിലൊരു ബൈക്കുണ്ട്, ആ ബൈക്ക് ഏതൊരു പേരൻ്റെ മുമ്പ് എടുത്തുകൊണ്ടുവന്നതേനി ഓനറിയാം. അപ്പോൾ വേർതിരിച്ചറിയും, ഇന്ന സാധനം എന്നുള്ളതൊന്ന് വേർതിരിച്ചറിയും. അല്ലെങ്കിൽ വദിയത്ത്, ആരോ ഓൻ്റെ അടുത്ത് സൂക്ഷിക്കാൻ കൊടുത്ത സാധനമാണ്, പിന്നെ ഓനത് തിരിച്ചു കൊടുത്തിട്ടില്ല. അത് വൈരിഹി, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നിലക്ക് ഒരു വസ്തുവിനെക്കുറിച്ച്, അതായത് ഒക്കെപാടെ കൂടിക്കിടന്നതല്ല. ഇപ്പം നമ്മളിപ്പം നമ്മളെ കയ്യിൽ കുറേ പൈസ ഉണ്ട്, അതിൽ പിടിച്ചറച്ചോ അല്ലാത്ത നോക്കേണ്ടത് എങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയും? ഇതിലേതാണ് പിടിച്ചറച്ചത് ഏതാണ് അല്ലാത്തത്? അത് കഴിയാത്തതാണ്. നേരെ മറിച്ച് വസ്തുക്കൾ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇന്നതാണ് നമുക്ക് ചിലപ്പം തിരിയും. അങ്ങനെ വേർതിരിച്ചറിയുമെങ്കിൽ ഫഹുവ സഹലുൻ, കാര്യം വളരെ എളുപ്പമാണ്. ആ സാധനം എടുത്ത് ഓനോട് കൊണ്ട് കൊടുത്താൽ മതി. അത് ആരുതാന്ന് ഓനറിയാം, വസ്തു എന്താണെന്ന് പറയാം, ആരുതാന്ന് പറയാം, ഓനോണ്ട് കൊടുക്കുക, സുഖമാണല്ലോ. നേരെ മറിച്ച് ഭയങ്കര മുഖ്തലിത്തുൻ മസല, ഇത് കൂടിക്കലർന്നതാണെങ്കിൽ, കൂടിക്കലർന്ന് നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരാളുടെ നിന്ന് കുറച്ച് പൈസ കട്ടെടുത്തിട്ടുണ്ട്, അത് എൻ്റെ പൈസയായിട്ട് കൂടിക്കലർന്നു, ഇനിയിപ്പോൾ ഏതാണത് വേർതിരിക്കാൻ കഴിയില്ല. കുറച്ച് അരി കട്ടുകൊണ്ടുവന്നു, നമ്മളെ അരിയൊക്കെ കൂട്ടിക്കലർത്തി, ഇനിയിപ്പോൾ ഈ അരിമണിയിൽ നിന്ന് ഇപ്പം കട്ടെടുത്ത് അരി അല്ലാത്ത വേർതിരിക്കാൻ കഴിയൂല. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബിഅയ്യാലമ അന്ന ഖദ്റ നിസ്ഫിൽ മാലി ഹറാം, അപ്പോൾ എങ്ങനെ? ഒന്നുകിലും ഓനറിയാം ഇത് പകുതി ഹറാമാണെന്ന് ഓനറിയും. ഇപ്പം മുഖ്തലിത്താണ്, ഓൻ്റെ അടുത്ത് ഒരു ചാക്ക് അരിയുണ്ട്, അരച്ചാക്കോ കട്ടുണ്ടോയെന്നറിയാം, അത്രേ അറിയുള്ളൂ. പക്ഷെ ഇത് വേർതിരിക്കാൻ കഴിയൂല. അപ്പോൾ ഖദ്ർ ഓൻ അറിയും ചെയ്യും, എന്നാൽ വേർതിരിക്കാൻ കഴിയുകയുമില്ല. ഔ ബി കസ്ബി തിജാറത്തിൻ ഫിഹ കിദ്ബുൻ വ ഖിയാനത്തുൻ, അല്ലെങ്കിൽ കച്ചവടം ചെയ്ത് കിട്ടിയതാണ്, കളവും വഞ്ചനയുമുള്ള കച്ചവടം വഴി കിട്ടിയതാണ് എന്നവനറിയാം. ഏത് പകുതി അങ്ങനെയാണ്, അല്ലെങ്കിൽ 40% അങ്ങനെ കിട്ടിയതാണ്. ഈ സമ്പത്തിൻ്റെ 10% ഇങ്ങനെ ഹറാം വഴി ഉണ്ടായതാണ്. പക്ഷേ ഏതാണ് ഈ 10% എന്ന് വേർതിരിക്കാൻ കഴിയില്ല. ഇങ്ങനെയാണ് എങ്കിൽ ഫഅലൈഹി തമ്മീസു ദാലിക്കൽ ഖദർ, ആ ഖദറിനെ മാറ്റി വെക്കണം. അതാണ് അവിടെ ചെയ്യേണ്ടത്. ഒരാളെ സമ്പത്തിൽ നിന്ന് ഇപ്പം ഒരാളെ ഇപ്പം കയ്യിലുള്ള ക്യാഷിൽ നിന്ന് ഓന് ഇത്ര മാത്രമേ അറിയുള്ളൂ, ഇതിൻ്റെ നേർപകുതി ഹറാമായിട്ട് കിട്ടിയതാണ്, മറ്റൊരുത്തൻ്റെ പിടിച്ചെടുത്തതാണ്, ഭാരതനക്ക് കിട്ടിയതാണ്, പലിശ വഴി കിട്ടിയതാണ്, എന്തായാലും വേണ്ടില്ല. പക്ഷേ ഈ പകുതി ഏതെന്ന് വേർതിരിക്കാൻ കഴിയൂല. എന്നാൽ പകുതി മാറ്റിവെക്കുക. 10% 25% ഇത് ഹറാമായ സമ്പത്തെന്ന് അറിയുമെങ്കിൽ 25% മാറ്റിവെക്കുക, ആ ഖദർ മാറ്റിവെക്കുക.
വൈല്ല മേലം കതിർ കുഞ്ഞ് കതിറും അറിയില്ലെങ്കിൽ കുറേ ഉണ്ട് എന്നേ അറിയുള്ളൂ, ഒന്നും അറിയില്ല, വേറെ അതിനെ തോതും കൂടി അറിയില്ല. അങ്ങനെയാണെങ്കിൽ അഹദബിൽ എഹ്തിയാത്ത് അവൻ സൂക്ഷ്മത പുലർത്തുക. വഗാലിബ് ലന്നി വല്ലഖീൻ അവൻ്റെ കൂടുതൽ ലന്നും ഉറപ്പുമൊക്കെ എന്താണോ അതനുസരിച്ച് അമൽ ചെയ്യുക, അതേ പറ്റുള്ളൂ. ഹറാമ് ദീന് പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട് എന്ന് ബോധ്യം വരുന്ന അത്രയും മാറ്റി വെക്കുക എന്നർത്ഥം. ചിലപ്പം അവൻ്റെ ഹറാമിൻ്റെ കതിറിനേക്കാൾ കൂടാം അല്ലെങ്കിൽ കുറയാമൊക്കെ ചെയ്യാം. ഓൻ്റെ മനസ്സിലൂടെ ഒരു സമാധാനം വരണം, ശരി ഹറാമൊക്കെ ഇപ്പോൾ ഫുള്ളായിട്ട് ദീന് മാറ്റിയിട്ടുണ്ടാവും, ആ ഒരു ഉറപ്പ് വരുന്ന അവസ്ഥയിൽ മാറ്റി വെക്കുക. അങ്ങനെ മാറ്റി വെച്ച ശേഷം ഇതെന്തു ചെയ്യണം? അൽ വദീഫത്ത് സാനിയ, രണ്ടാമത്തെ വദീഫ ഫിൽ മസ്റഫ്, അത് ചെലവഴിക്കുന്ന കാര്യത്തിലാണ്. എങ്ങനെയാണ് ഈ സമ്പത്തിന് ചെലവഴിക്കേണ്ടത്? അവിടെ ഫൈദ മയ്യസൽ ഹറാമ, ഹറാമിനെ വേറിട്ട് കഴിഞ്ഞാൽ, ഹറാമിനെ നമ്മൾ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഫൈൻ കാന ലഹു മാലിക്കുൽ മുഅയ്യൻ, അതിനൊരു നിശ്ചിതം ഉടമയുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരാളടുത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്ന സാധനമാണ്, ആ ഉടമനെ നമുക്ക് അറിയും ചെയ്യും, അയാൾക്ക് കൊണ്ടുകൊടുത്താൽ മതിയല്ലോ. ഒരാൾ സൂക്ഷിക്കാൻ തന്ന സമ്പത്താണ്, നമ്മൾ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല, അയാളെ നമുക്ക് അറിയും, അയാൾക്ക് കൊണ്ടുകൊടുത്താൽ മതി. അപ്പം ഇതാരുടേതാണ്, ഏത് വ്യക്തിയുടേതാണെന്ന് നമുക്കറിയുമെങ്കിൽ യുസ്റഫ് ഇലൈഹി, അത് അവനിലേക്ക് കൊടുക്കണം. ഫഇല്ലം യകുൻ, ആ വ്യക്തി ജീവിച്ചിരിപ്പില്ലെങ്കിൽ, ഇത് ഏതൊരാളുടേതാണെന്ന് അവനറിയാം, പക്ഷേ ആ വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എങ്കിൽ സുറിഫ ലിവാരിസിഹി, അവൻ്റെ അവകാശികൾക്ക് കൊണ്ടുപോയി കൊടുക്കണം. വ ഇൻ കാന ഗായിബൻ, ഈ വ്യക്തി നാട്ടിലില്ലെങ്കിൽ, ആരുടേതാണെന്നറിയാം, അയാൾ നാട്ടിലൊന്നുമില്ല, കാണാനൊന്നുമില്ല, എന്നാൽ ഇൻതദറ ഹുദൂറഹു, അയാൾ നാട്ടിൽ വരലിനെ കാത്തിരിക്കണം, അയാൾ സാധനം എടുത്തു വെക്കുക, അവൻ വന്നിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഔ തക്കല്ലഫൽ ഇസാല ഇലൈഹി, അവനിലേക്ക് പ്രയാസപ്പെട്ട് എത്തിച്ചേരണം, ഹൈസുഹു, അവൻ എവിടെയാണെങ്കിലും. ഒരാൾ ഏതോ നാട്ടിലാണെന്നറിയാം, ആയിക്കോട്ടെ, ഒന്നുകിൽ ഓൻ അവിടെ സാധനം എടുത്ത് അവൻ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി വെക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഓൻ്റെ അടുത്ത് എത്തിപ്പെട്ട് ഓൻ്റെ അടുത്ത് കൊടുക്കുക. വ്യക്തിയെ അറിയുമെങ്കിൽ, നമ്മളെ കയ്യിലുള്ള അന്യൻ്റെ സമ്പത്തിനെ ഉടമയെ അറിയുമെങ്കിൽ ഉടമക്ക് കൊടുക്കണം. അതിൽ പിന്നെ വേറെ വർത്താനൊന്നും പറയാനൊന്നുമില്ലല്ലോ. ഇനി വ ഇല്ലം യകുൻ ലഹു മാലിക്കുൻ മുഅയ്യനുൻ, ഒരു മുഅയ്യനായ മാലിക് അതിനില്ലെങ്കിൽ, ഇതാരതാണെന്നൊന്നും അറിയില്ല, ഒരു മുഅയ്യനായ ആളെ തിരിയില്ല, ഇവിടെ നിന്നൊക്കെ പലതുമായിട്ട് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കുറേ ആൾക്കാരെ സമ്പത്ത് വെച്ച് കൊടുത്ത് എന്തോ എടുത്തുകൊണ്ടു, ഇത് ആരുതല്ലേ എടുക്കണം, ആരുതാ ഒരു നിലക്കും അറിയാൻ വഴിയില്ല. ഇപ്പം നമ്മുടെ ഈ ബാങ്കിലൊക്കെ വരുന്ന പലിശകൾ, ഇതൊക്കെ ആരുതാന്ന് അറിയാൻ പറ്റുമോ? ഒരു വ്യക്തമായ ഉടമയിലില്ലല്ലോ. ഇങ്ങനെയാണെങ്കിൽ തസദ്ദഖ ബിഹി, അതാണ് സ്വതക്ക ചെയ്യുക. അങ്ങനെ സ്വതക്ക ചെയ്യാൻ പറ്റും. അതായത് ഇത് ആരുടേതായിരിക്കുമോ ഓരോ പേരിൽ സ്വതക്ക ചെയ്യാന്നർത്ഥം. നമുക്ക് സ്വതക്കൻ്റെ കൂലിട്ടില്ല എന്ന് മനസ്സിലാക്കണം കേട്ടോ. കാരണം ഇത് നമ്മളെ മുതലല്ലല്ലോ, സ്വന്തം മുതലല്ലാത്തൊരു മുതൽ നമ്മൾ സ്വതക്ക ചെയ്തുകൊണ്ട് കൂലിയൊന്നും കിട്ടില്ല. നമ്മളെ കയ്യിൽ നിന്ന് ഒഴിവാക്കുക എന്നാണ് പറഞ്ഞ് നടക്കുന്നത്. നമ്മളെ കയ്യിൽ നിന്ന് ഒഴിവാക്കുക, കാരണം ആളെ തിരിയില്ല, കയ്യിൽ നിന്ന് ഒഴിവാക്കുമാണ്. അപ്പോൾ ഇത് ആരുടേതായിരിക്കുമോ ഓൻ്റെ പേരിൽ സ്വതക്ക ചെയ്യുക, അതാ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഔല മസാലിഹിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ പൊതു മസ്ലഹത്തിലേക്ക് ചെലവഴിക്കുക. അത് മിലെ റിബാത്താത്തി, റിബാത്ത് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന നമ്മളിപ്പോൾ ഈ ബസ് സ്റ്റോപ്പ്, മുസാഫർ ഖാന, അങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടാവുമല്ലോ. വൽ മസാജിദി, പള്ളികൾ, വൽ ഖനാത്തിരി, പാലങ്ങൾ, അതിലേക്കൊക്കെ ചിലവാക്കുക. പള്ളിക്കൊക്കെ കൊടുക്കുക. അതൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയമുള്ളൊരു കാലമാണ് ഇപ്പോൾ ഇത്. അതൊക്കെ കൊടുക്കുക, വിരോധമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഇതിൻ്റെ പലിശൻ്റെ പൈസ കേട്ടോ, അങ്ങനെയൊന്നും കൊടുക്കണ്ട, അത് കൊടുക്കുക. ഇപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ നമ്മൾ സാധനം കൊടുക്കുമ്പോൾ ഇത് എൻ്റെ പലിശൻ്റെ പൈസയാണ് എന്നൊക്കെ നമ്മൾ കൊടുത്താൽ പിന്നെ ഓനെ വാങ്ങാൻ തോന്നുമോ? അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. അതൊക്കെ പിന്നെ ആ നിലക്കൊക്കെ കൊടുക്കുക. നമ്മളെ കയ്യിൽ നിന്ന് ഒഴിവാക്കുക നമ്മളെ ലക്ഷ്യമല്ല, അതിന് കൂലിയിട്ടുള്ള വിഷയമൊന്നുമല്ല. നമ്മളെ കൈമെന്ന് ഒഴിവാക്കുക. വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ ഓന് തെറ്റേ അറിയില്ല, ഓനത് ഉപയോഗിക്കുകയും ചെയ്യാം. ഈ നിലക്കാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. കയ്യിൽ നിന്ന് ഇതെങ്ങനെ ഒഴിവാക്കണം. ഇനി ഹസന നന്നാകും ആ യുസ്ലിമഹൂലൽ ഖാദി, ഖാദിക്ക് കൊണ്ടു കൊടുക്കാനും പറ്റും. ഇൻകാന അമീനൻ, ഖാദി വിശ്വസ്തനാണെങ്കിൽ. എന്നാൽ പിന്നെ ഖാദി ആകുമ്പോൾ പഴയ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളേക്കാരം. അങ്ങനെയുള്ള പല പൊതു ആവശ്യങ്ങൾക്കും പൈസ ആവശ്യമുണ്ടാവും അയാൾക്ക്. അയാളത് ആ നിലക്ക് ചിലവാക്കിക്കോളും. വിശ്വസ്തനായ ആളാണെങ്കിൽ, അല്ലെങ്കിൽ കൊണ്ടുകൊടുത്താൽ മൂപ്പര പോക്കറ്റ് കിട്ടും. അങ്ങനത്തെ ഒരാളാണെങ്കിൽ കൊണ്ടുകൊടുക്കും വേണ്ട. വിശ്വസ്തനായ ആളാണെങ്കിൽ ഖാദിനെ ഏൽപ്പിക്കാം. ഇല്ല, അയാൾ വിശ്വസ്തനല്ലെങ്കിൽ ലം തബ്റഅ ദിമ്മത്തുഹു ബിത്തസ്ലീമി ഇലാ ഖാദിൻ ഖായിനിൻ, വഞ്ചകനായ ഒരു ഖാദിൻ്റെ കയ്യിൽ കൊടുത്തതുകൊണ്ട് ഇവൻ്റെ ഉത്തരവാദിത്വം ഒഴിവാവില്ല. അവമാനം മനസ്സിലാക്കുക. ഖാദി പോലുള്ള അത്തരം ഒരാളെ നമ്മൾ ഏൽപ്പിക്കുമ്പം അയാൾ വഞ്ചകനാണ് എങ്കിൽ, അയാൾ വിശ്വസ്തനല്ല എങ്കിൽ, അയാൾ ആ പൈസ എന്തെങ്കിലും കാട്ടിയാൽ ഞാൻ ഓൻ്റെ കൊടുത്തണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഉത്തരവാദിത്വം ഒഴിവാകാനൊന്നും കഴിയില്ല. കാരണം അങ്ങനെ വിശ്വസ്തനല്ലാത്ത ആളെ കയ്യിൽ ഏൽപ്പിക്കരുത്.
വഖദ് വർദ അഖ്ബാറുൻ വ ആഥാറുൻ തദുല്ലു അലാ ജവാസി തസദ്ദുഖ് ബിഹാദിൽ മാലിൽ ഹറാം. ഹറാമായ ഇത്തരം സമ്പത്തുകൾ സ്വതക്ക ചെയ്യൽ ജായിസാണെന്ന് അറിയിക്കുന്ന എമ്പാടും ഹദീസുകളും അസറുകളും ചരിത്രങ്ങളുമൊക്കെ ഉണ്ട്. വസർഫിഹിൽ മസാലിഹിൽ തിരിക്കുന്ന കാര്യത്തിലൊക്കെ മസാലിഹിൽ മുസ്ലിമിനോട് ചെലവഴിക്കാം, ഇങ്ങനെ സ്വതക്കയായിട്ട് കൊടുക്കാം എന്നൊക്കെ അറിയിക്കുന്ന തെളിവുകളും കാര്യങ്ങളൊക്കെ എമ്പാടുമുണ്ട്. നോക്കൂ, വഖദ് അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി തസദ്ദുഖ് ബിശ്ശാത്തിൽ മുസ്ലാത്തി, പിന്നെ അല്ലത്തി ഖുദ്ദിമത്ത് ഇലൈഹി ഫകല്ലമതുഹു ബിഅൻഹാ ഹറാമൻ. ഒരു പൊരിച്ച ആടിൻ്റെ കഷ്ണം നബി തങ്ങൾ സ്വതക്ക ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. എങ്ങനത്തെ ആടിൻ്റെ കഷ്ണം? അല്ലത്തി ഖുദ്ദിമത്ത് ഇലൈഹി, നബിതങ്ങളിലേക്ക് അത് വന്നു. നബിതങ്ങൾക്കാരോ കൊണ്ടുപോയെടുത്തൊരു ആടിൻ്റെ ഒരു കുറക് പൊരിച്ച് കൊണ്ടുപോയെടുത്തു. ഫകല്ലമതുഹു, ആ ആടിൻ്റെ കുറക് നബിതങ്ങളോട് സംസാരിച്ചു ബിഅൻഹാ ഹറാമൻ, ഇത് ഹറാമാണ് എന്ന്. എവിടുന്നോ കട്ടെടുത്തുകൊണ്ട് വന്നതാണ്, ആരുതാന്നൊന്നും അറിയില്ല, അത് നബിതങ്ങളെ തീറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്നീ ആടിൻ്റെ കുറകിൻ്റെ കഷ്ണം നേരെ പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായിലേക്ക് ഒരു ശുബഹത്തുള്ള സാധനം എത്തിച്ചേരുന്നതിനെ അള്ളാഹു തടഞ്ഞു. പക്ഷേ നബിതങ്ങൾ എന്താ ചെയ്തതെന്നറിയോ? ഫഖാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്വഇമുഹൽ ഉസാറ, ഇത് തടവുകാർക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞ്. യുദ്ധത്തടവുകാരായ ആളുകളുണ്ട് അവിടെ, പല യുദ്ധത്തിൽ നിന്നും പിടിക്കപ്പെടുന്ന ആളുകളുണ്ടാവില്ല, അവർക്ക് തിന്നാൻ കൊടുത്തോളി. ഹറാമായ കാര്യങ്ങൾ അവർക്ക് തിന്നാൻ കൊടുക്കാൻ പറയാൻ പറ്റുമോ? ഇവിടെ ഹറാമായ ഒരു സമ്പത്ത് ഇവിടെ മുന്നിലെത്തുന്നു, നബിതങ്ങൾക്ക് ഹറാമായതുകൊണ്ട് നബിതങ്ങൾ ഭക്ഷിക്കുന്നതന്നല്ല. എന്നാലത് ഒഴിവാക്കാനല്ല പറഞ്ഞത്, അതെവിടെങ്കിലും പിന്നെ വാഷ് ബേസിനിൽ കൊണ്ടുപോയിടുക, വേസ്റ്റ് ബക്കറ്റിൽ കൊണ്ടുപോയിടുക എന്നല്ല, ഓൾക്ക് തിന്നാൻ കൊടുത്തു. ഓളിത് അറിയില്ലല്ലോ. അപ്പം ഇങ്ങനെ കൊടുക്കുന്നതിന് യഥാർത്ഥത്തിൽ വിരോധമില്ല. ഹറാമായ സമ്പത്തുകൾ ഇങ്ങനെ കൊടുക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു. എന്നാൽ അത് സമ്പത്ത് ഒഴിവാക്കുക, വലിച്ചെറിയുക എന്നുള്ള സംഭവം ഇല്ലാതെ മനസ്സിലാക്കണം. ഹറാമായ സമ്പത്താന്ന് ചോദിച്ചിട്ട് അത് എവിടെയെങ്കിലും പോയേക്കാട്ട് ഒഴിക്കുക, അങ്ങനെയൊന്നുമില്ല. ഈ നിലക്കായിരിക്കണം ഇത്തരം വിഷയങ്ങളെ നമ്മൾ സമീപിക്കേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിലാകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.